ഹലോ ഗായ്സ്, മിസ്റ്റർ ഗൂസിലേക്ക് വീണ്ടും സ്വാഗതം. തൊട്ടാപ്പുള്ളത് കണ്ടന്റുകളായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ പല നിയമങ്ങളും പേപ്പറിൽ മാത്രമേ ഉള്ളുന്നു. അതിലൊന്നാണ് ഈ സ്ത്രീധന നിരോധന നിയമം. ഇന്നും ചില ആണുങ്ങൾ സ്ത്രീധനം ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിൽ ഇന്നും പെൺകുട്ടികൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത്. മറ്റൊരു കാരണം, ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടിലെ ചില ബോധമില്ലാത്ത മൈരന്മാർ സ്ത്രീധനം കൊണ്ടാണ് കല്യാണം കഴിക്കുന്നത് തന്നെ. അച്ഛനും അമ്മയും മാത്രമല്ല കല്യാണം കഴിക്കുന്ന പുരുഷന് ഇതിൽ പങ്കാളിയാണെന്നുള്ളതാണ് സത്യം. ഇവനൊന്നും ഒരു ലേശം ഉളുപ്പില്ല. ബുദ്ധിയുള്ളവൻ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് സ്ത്രീധനം വാങ്ങുമോ? അതും ചോദിച്ചു വാങ്ങിക്കുന്ന മറ്റു ചില ആണുങ്ങൾ. ഒന്നുകിൽ കുറ്റബോധം വേണം, അല്ലെങ്കിൽ ഒരു നട്ടല് വേണം. രണ്ടും ഇല്ലാത്ത ഊളകൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് അറിയത്തില്ല. അല്ല, ആണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെണ്ണിൻ്റെ വീട്ടുകാർ ഇതുപോലെ തന്നെ തെറ്റുകാരാണ്. സ്വന്തം മക്കളുടെ ജീവനേക്കാൾ വലുതാണ് അവർക്ക് നാട്ടിലുള്ള ജോലിക്കും കൂലിക്കും പോകാതിരിക്കുന്ന നാട്ടുകാർ പട്ടികൾ. ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ വന്ന് ഒരു മകള് അമ്മയോടോ അച്ഛനോടോ പറയുമ്പോൾ സ്വാഭാവികമാണെന്നും പറഞ്ഞ് മോളെ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് മാതാപിതാക്കളും കൂടി ആത്മഹത്യക്ക് പ്രേരണ കുറ്റം ചുമത്തി അകത്തിടണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, നിങ്ങളെ ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ മകൾ നിങ്ങളൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ പറയും കുഴപ്പമില്ല മോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ പറഞ്ഞാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പെൺപിള്ളേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ കൂടെ തന്നെ കേസ് എടുത്തേ പറ്റുള്ളൂ. ഇനി അതുമല്ല, മാതാപിതാക്കളെ വിളിച്ചിത് പറയുമ്പോൾ ഒരു പെൺകുട്ടി സാധിക്കുന്നില്ലെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ അവർ ശരിക്കും ഒരു അച്ഛനും അമ്മയാണോ നിങ്ങൾ ആലോചിച്ച് പോകണം. അച്ഛനും അമ്മയാണെന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ചില ആളുകൾ മക്കളുടെ ഭാവിക്ക് വേണ്ടി കൊടുക്കും സ്ത്രീധനം. നിങ്ങൾ എത്ര നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിലും മക്കൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്കൊരു അസറ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇട്ട് കൊടുക്കണം. നിങ്ങൾ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഫിക്സഡ് ഇട്ട് തന്നെ കൊടുത്താൽ മതിയെന്നേ. അല്ല, അവൻ്റെ കയ്യിൽ കൊടുക്കേണ്ട സ്വർണ്ണമായിട്ട് വാങ്ങിച്ചു കൊടുക്കുമെന്നില്ല. അത് സ്വർണ്ണം വാങ്ങിക്കുന്നൊരു ഇപ്പം ഈ പൈസ ഉള്ളവൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും കിടക്കുന്നവർ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ കോടിക്കണക്കിന് കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടാതെ വരുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടും അവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് കൂടെ ഉണ്ടെന്നെങ്കിലും പറയാം. അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ മോളോട് സഹിക്കാൻ പറഞ്ഞിട്ട് അവസാനം അവൾ കയറി തൂങ്ങിക്കഴിയുമ്പോൾ കിടന്ന് മൂങ്ങാനല്ലാതെ വീട്ടുകാർക്കൊന്നും പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്കൊരു ആലോചന വരുമ്പോൾ ചെറുക്കിന് ജോലിയുണ്ടോ, പണമുണ്ടോ, ഇട്ടുകൂടാനുള്ള സ്വർണ്ണമുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ പയ്യന് വകതിരിവുണ്ടോ, ബോധമുണ്ടോ എന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ സ്വന്തം പണം മാത്രം നോക്കി നിൽക്കുന്ന, സ്വത്തും പണം മാത്രം നോക്കി നിൽക്കുന്ന നിങ്ങളുടെ മകളെ തലയിൽ കെട്ടിവെക്കുന്നത് ഏതെങ്കിലും ഒരു സൈക്കോ ആയിരിക്കും. നിങ്ങളുടെ മൂക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നത് ഒരു സൈക്കോ തന്നെ ആയിരിക്കും. കാശും സ്വർണ്ണം കണ്ട് കെട്ടാൻ നിൽക്കുന്നവരായിരിക്കും. സർക്കാർ ജോലി നോക്കുന്നവരുമുണ്ട്, അവരെയും കൂടെ തന്നെ. ഇനി എല്ലാം തികഞ്ഞ പെൺകുട്ടികളോടാണ് കുറച്ച് ഒക്കെ വകതിരിവ് കൂടി നിങ്ങൾക്കും ആവാം. കല്യാണം നടക്കണമെങ്കിൽ ഇത്ര പവൻ സ്വർണം വേണം, കാർ വേണം, പൂ വേണം എന്നൊക്കെ പറഞ്ഞ് മുഖം അടച്ച് ഒന്ന് കൊടുക്കാനുള്ള ധൈര്യം കൂടി വേണം. ഈ കാറും പൂറും ബാറും ഒക്കെ വേണമെന്ന് പറഞ്ഞ് വരുന്നവന്മാരോട് ഒറ്റയാറ്റി കൊടുക്കണം. നിനക്കൊരു മൈൻഡ് ഇല്ലെന്ന് പറയണം. ഇങ്ങനെയൊന്നും അങ്ങനെ പറയാൻ പോകുന്നില്ല. ഒരു പ്രപ്പോസൽ വരുമ്പോൾ ചെറുക്ക UK സെറ്റിലാണോ എന്നൊക്കെ നോക്കാൻ അറിയാമല്ലോ. ആ സമയത്ത് നിങ്ങൾ ഇതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ അടിമകളല്ല നിങ്ങൾ. യു ആർ എ ഹ്യൂമൻ ആൻഡ് യു ഹാവ് ദി സെയിം റൈറ്റ് ആസ് എവരിവൺ. നിങ്ങൾ ഈക്വൽ ട്രീറ്റഡാണ്. ട്രീറ്റ് ചെയ്യാത്ത മൈരന്മാരെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും നിൽക്കില്ല. കല്യാണം കഴിഞ്ഞ് അതിലൊരു പ്രശ്നം വന്നാൽ വീട്ടിൽ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളോട് പറയാം. അവർ വരും ഹെൽപ്പ് ചെയ്യുമെങ്കിൽ. ഇവിടെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ എത്ര ഗവൺമെൻറ് സിസ്റ്റമുണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യുന്നേ. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലീഗലി മുമ്പോട്ട് പോകാം. അല്ലാതെ നിങ്ങളുടെ ജീവിതം കൊണ്ട് അവസാനിപ്പിച്ച് കളഞ്ഞത് ഇവിടെ ആർക്കും ഒരു പുല്ലും പോകാനില്ല. സ്ത്രീധനത്തിൻ്റെയോ മറ്റെന്തിൻ്റെ പേരിൽ പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക. ഡൊമസ്റ്റിക് അബ്യൂസിൻ്റെ കേസ് ഫയൽ ചെയ്യുക. ഡൊമസ്റ്റിക് അബ്യൂസിൻ്റെ പേര് നിങ്ങളൊരു കേസ് അങ്ങ് ഫയൽ ചെയ്താൽ പോരെ. ജോലിക്ക് പോവോ, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമോ. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വേറൊരു മൈരൻ്റെ മുരട്ട് സ്വഭാവത്തിൻ്റെ കൂടെ തല വെച്ച് കൊടുക്കേണ്ട കാര്യവും നിങ്ങൾക്കില്ല. അടുത്ത കുറ്റക്കാരാണ് എൻ്റെ ഫേവറേറ്റ് ചില മൈരന്മാർ. ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരു പെൺകുട്ടി മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് മോരക്കണ്ണീർ ഒഴുക്കും ഒരു കൂട്ടം മനുഷ്യന്മാർ. ഇവർ തന്നെ ഒരു പെൺകുട്ടി ഡിവോഴ്സ് ചെയ്ത ആ വീഡിയോയുടെ അടിയിൽ കൊണ്ട് കമൻ്റ് ഇടും, രക്ഷപ്പെട്ടു, ഇവളൊക്കെ മറ്റേതാണ്, മറിച്ച് അവൾ വീട്ടിലാണ്. ഇങ്ങനെ അവരെ വിക്ടിം ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ ഈ ഡിവോഴ്സ് വാങ്ങിച്ചെന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ
സ്വനത്തി അങ്ങ് വിടാൻ നിൽക്കുമാർ. പിന്നെ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികളെ. നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക. കല്യാണം അല്ല ജീവിതം ഏറ്റവും വലിയ കാര്യം. ഒന്നുകൂടെ എടുക്കണം. ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക. കല്യാണം അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. ഒന്നുകൂടെ. നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ അത് പറഞ്ഞ് പഠിപ്പിക്കുക. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പറയുക, അല്ലെങ്കിൽ കാണാൻ പഠിപ്പിക്കുക. കല്യാണം അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് കാര്യം. ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അവരെ പഠിപ്പിച്ച് മറ്റു മനുഷ്യരെ കാണാൻ അനുവദിക്കുക. മറ്റു മനുഷ്യരെ മനുഷ്യരായിട്ട് തന്നെ കാണാൻ പഠിപ്പിക്കുക. നമ്മുടെ ലോകം കാണുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും അതുപോലെ കാണാൻ പറ്റണം. അല്ലാതെ നിയമം വന്നിട്ടോ കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയ വന്ന് ഈ പ്രോഗ്രസീവായിട്ട് സംസാരിച്ചിട്ടോ സ്ത്രീധനം വാങ്ങത്തില്ലെന്ന് പറഞ്ഞ് ഡൊമസ്റ്റിക് അബ്യൂസ് ചെയ്തിട്ടോ ഒന്നും നിൽക്കാനേ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിന് ലാസ്റ്റായിട്ട് എനിക്കൊരു കാര്യം കൂടി. ഇപ്പോൾ ഈ BJP സർക്കാർ ഭരണത്തിൽ വന്നതിൻ്റെ ചില ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഇത്രയും നാൾ മുസ്ലിങ്ങളായിരുന്നു. ഇപ്പോൾ അത് ക്രിസ്ത്യാനികളിലേക്ക് എത്തിയപ്പോൾ അവർ കുറച്ചുകൂടെ വയലൻ്റ് ആകാൻ തുടങ്ങി. ഈ കേരളത്തിലുള്ള വളരെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഇപ്പോൾ വരുന്ന നമ്മൾ ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു നാശമാണ് ഈ BJP സർക്കാർ. ഈ നാട്ടിലെ BJPക്കാർക്ക് അന്തിക്ക് ഉറപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ ഉറപ്പുള്ള ഒരുത്തനില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണം പറഞ്ഞത്, പ്രത്യേകിച്ച് സുരേഷ് ഗോപി തന്നെ. പുള്ളി ഇംഗ്ലീഷിൽ കിടന്ന് കൊണ അടിക്കാനും ആവശ്യമില്ലാത്ത കാര്യം പറയാനും രാജാവെന്ന് പറയാൻ നടക്കുന്ന സമയത്ത് ഇതിനൊക്കെ കൂടി ഒന്ന് പ്രതികരിക്കുക. ഒരു കാര്യമില്ല. പ്രാർത്ഥന നടത്തുന്ന ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കോസ് പാസ്റ്റർമാരെ അവന്മാർ പൊട്ടിക്കുക പുറത്തിട്ട്. കേരളത്തിൽ കിടന്ന് കൊണ അടിക്കുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുത്തം സഹോദരൻ പറയുന്നത്, അതൊക്കെ അങ്ങ് നടന്ന് മണിപ്പൂരിലല്ലേ, നമുക്കൊന്നും വരാനില്ല. ഇനിയിപ്പോൾ വന്നോളും, ആലോചിച്ച്. ഓക്കെ, ബൈ.